നമസ്കാരം. പ്രിവ്യൂ അനലൈസ് ചെയ്ത് ഫ്രൈഡേ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു പ്രഡിക്ഷനാണിത്. നിലവിൽ ബാങ്ക് നിഫ്റ്റി ഈ വർഷത്തെ എക്സ്ട്രീം ലെവലായ 4957 ബ്രേക്ക് ചെയ്ത് 48669 ലെവലിലേക്ക് ഡൗൺ ആവുകയും ശേഷം ബൗൺസ് ബാക്ക് ചെയ്ത് വീണ്ടും ഹയസ്റ്റ് ലെവലിൽ എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 11/5/2024 എക്സ്പയറി ആകേണ്ട എല്ലാ സ്റ്റോക്കുകളും ഈദുൽ ഫിത്തർ ആയതുകൊണ്ട് 10/5/2020 ക്ലോസ് ചെയ്യുന്നു. ബാങ്ക് നിഫ്റ്റി അതിൻ്റെ എല്ലാ ടാർഗറ്റുകളും അച്ചീവ് ചെയ്യുമെന്ന ന്യൂസാണ് സോഷ്യൽ മീഡിയ വഴിയും അഡ്വൈസറി ഗ്രൂപ്പ്സ് വഴിയും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 2020 മുമ്പുള്ള ചൈനീസ് മാർക്കറ്റ് തുടർച്ചയായി 3 വർഷം പുള്ളപ്പായി നിൽക്കുകയും പിന്നീട് 4 വർഷത്തോളം ഡൗൺ ട്രെൻഡിൽ മുമ്പോട്ട് പോകുന്നതുമായ കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ചൈനീസ് മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റും സെയിം മെത്തേഡാണ് ഫോളോ ചെയ്തു വരുന്നത്. അതുകൊണ്ട് ആരും തന്നെ ഈ ട്രാപ്പിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. റെസിസ്റ്റൻസ് ലെവലായ 48,600, 49,200 എന്നിവ ഗ്യാപ്പ് അപ്പായും ഗ്യാപ്പ് ഡൗൺ ആയും കണക്ക് കൂട്ടാം. 49,200 ബ്രേക്ക് ചെയ്താൽ 49,300, 49,400, 49,500 വരെ കോൾ ഓപ്ഷനും 48,600 ഗ്യാപ്പ് അപ്പായാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 48,500, 48,400 എന്നിവ പുട്ട് ഓപ്ഷനായും നോക്കാവുന്നതാണ്. ഇതിനിടയിൽ ചെറിയ റെസിസ്റ്റൻസുകളിൽ വേരിയേഷൻ സംഭവിക്കും. 49,200 ബ്രേക്ക് ചെയ്തില്ല എങ്കിൽ 30/5/2024 എക്സ്പയറി പുട്ട് ഓപ്ഷനായ 49,000 PE, 48,900 PE എന്നിവ സജസ്റ്റ് ചെയ്യുന്നു. എക്സ്ട്രീം ലെവലിൽ നിന്നും ഒരു ബ്രേക്കൗട്ടാണ് പ്രതീക്ഷിക്കുന്നത്. മുകളിൽ പറഞ്ഞ റെസിസ്റ്റൻസുകളിൽ നിന്ന് ബൗൺസ് ബാക്ക് ആകുന്നതിന് മുമ്പ് എക്സിറ്റ് ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം മാർക്കറ്റാണ്, അൺപ്രഡിക്റ്റബിളാണ്, എന്തും സംഭവിക്കാം. എൻ്റെ ഈ പ്രഡിക്ഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. നന്ദി.